ഹലോ ഗായ്സ്, ഇത് ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് നമ്മുടെ തലശ്ശേരി പഴയ സ്റ്റാൻഡുള്ള ലഞ്ച് ഹൗസിൽ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് പാർസലൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നല്ലാണ്ട് ഇതുവരെ ഞാൻ കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ലഞ്ച് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പോകാം, എങ്ങനെയുണ്ടെന്ന് നേരിട്ടറിയാം കേട്ടോ. അപ്പം ഞാൻ അധികം തിരക്കില്ലാത്ത സമയം ഏകദേശം ഒരു 12:20 12:30 ആ ഒരു സമയത്തായിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രൗഡേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം കൂടി വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇലയിലൊക്കെയാണ് ഇവർ ചോറ് വിളമ്പുന്നത്. പിന്നെ പപ്പടം ഇട്ട് എൻ്റെ മോനെ ആടുന്ന് എന്ത് കഴിച്ചിട്ടില്ലെങ്കിലും അല്ലേ, ആ ഒരു മീൻമുട്ട കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ഫ്രൈ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു മീൻമുട്ട, പിന്നെ കല്ലുമ്മക്കായ, ചെമ്മീൻ, അയക്കൂറ, മാന്തൽ, പിന്നെ ഞണ്ടുണ്ട്, അതൊക്കെ വരുന്നു പറഞ്ഞിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് ഇവിടെ ലഞ്ച് ഹൗസിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ ചോദിക്കാം എങ്ങനെ സംഭവം എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് മീൻമുട്ട ഫ്രൈ? ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്ന കുറച്ചേ ഇല്ല കേട്ടോ, അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയല്ല ഇതാ. എന്തായാലും ഇവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളതൊന്നും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ. ഇത് ഇത്ര മസാലയെല്ലാം വരട്ടിരിക്കും. ഉള്ളി ചെറിയ ഉള്ളിൻ്റെ മിക്സ് ആണോ? റൈസ് അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. നോർമൽ മീൻ കറി, കുറച്ച് ബാഗോട്ട് മീൻ കറി, സാമ്പാർ, പച്ചടി, അച്ചാർ, ഇനി ഓരോ മീൻ ഫ്രൈ നമുക്ക് കുറച്ച് മസാല പെരട്ടിയതായിട്ട് നമുക്ക് അതിൻ്റെ വണ്ണങ്ങളില്ല. ഫ്രൈ ഒന്നും കൂട്ടാണ്ടാണ് നേരത്തെ കഴിക്കുന്നത് കേട്ടോ. സാധാ പിന്നെ അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ഈ ഒരു അയക്കൂറ ഫ്രൈ ആണ് കേട്ടോ. എന്താ പറയുക, ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അത്രയും പൊളിയാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ അത്രയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇവരെ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാവില്ല കേട്ടോ. കിഡിലൻ അയക്കൂറ ഫ്രൈ ചെയ്യുന്നു കേട്ടോ. പൊടിച്ചെടുത്തേരാൻ ഞാൻ വിചാരിച്ചു അങ്ങ് തിന്നുപോയി. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ എല്ലാത്തിനും. സൂപ്പർ.
പിന്നെ ഇല്ലേ ഫ്രൈ പോലെ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ഒരു മസാല മോര കേട്ടോ. അതും എന്താ പറയുക അടിപൊളിയായിരുന്നു. അത് മസ്റ്റായിട്ടും നിങ്ങൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കണം കേട്ടോ. അതൊക്കെ സെപ്പറേറ്റ് ആണ്. ഈ ഒരു മസാല മോരും പായസമൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. നോർമൽ മീൽസിൽ സാധാരണ ചോറ് കറി അങ്ങനത്തെ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ പായസവും മോരും സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അടുത്ത ബാനാത്തിന് വാങ്ങി മസാല ഇങ്ങനെ കഴിക്കാം. കുറച്ച് ബാക്കി പാർസൽ എടുക്കാം. ഗൈസ് വരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവസാനമായിട്ട് നല്ലൊരു പ്രഥമനും കൂട്ടി ഒരു പിടി പിടിച്ച് കേട്ടോ. നല്ല അടിപൊളി പായസേനോ, നല്ല പ്രഥമൻ. അപ്പോൾ നല്ല മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല കിടിലൻ ലഞ്ച് സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരിക്കലെങ്കിലും ലഞ്ച് കഴിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.